തൃശ്ശൂർ മുരിങ്ങൂരിൽ കാർ തോട്ടിലേക്ക് വീണു. മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലാണ് ഈ അപകടം നടന്നത്. ഈ അപകട സ്ഥലത്ത് നിന്ന് അമൽ സുരേന്ദ്രൻ ചേരും. ഇപ്പോൾ കണ്ടില്ലേ, കാറ് തോട്ടിലേക്ക് മറിഞ്ഞ് കിടക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അമൽ സുരേന്ദ്രൻ ഈ അപകടം നടന്ന സ്ഥലത്തുണ്ട്. അമൽ സുരേന്ദ്രൻ എങ്ങനെയാണ് ഈ കാറ് തോട്ടിലേക്ക് മറിഞ്ഞു പോയത്? അതിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഇന്ന് രാവിലെ 4 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന നാനോ കാറാണ് ഇത്തരത്തിൽ ചാലക്കുടി മുരിങ്ങൂറിന് സമീപത്ത് റോഡിനോട് ചേർന്ന് തന്നെ അടിപ്പാത നിർമ്മിക്കുവാൻ വേണ്ടി മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഈ മണ്ണ് നീക്കം ചെയ്ത ഭാഗം ഒരു തോട് പോലെ വലിയൊരു കുഴിയായി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയൊക്കെ. അപ്പോൾ ഈ മഴയെ തുടർന്ന് ഈ തോട് പോലെയുള്ള ഇടത്ത് വല്ലാതെ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാതെ ദൂരദേശത്ത് നിന്ന് വന്ന ഒരാൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കൊള്ളണമെന്നില്ല. താൽക്കാലികമായിട്ടുള്ള ചില ബോർഡുകളും സൈനുകളും ഒക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഇത് മനസ്സിലാക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന മനു എന്നയാള് ഈ ഒരു അപകടം മനസ്സിലാകാതെ ഇതിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഈ കാർ ഓടിച്ചിരുന്ന മനു തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത്? വെളുപ്പിനും കൊണ്ട് വരികയായിരുന്നു ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂരേക്ക്. അപ്പം ഇവിടെ വെച്ചിട്ട് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പം മുന്നിൽ പോയി വാഹനം പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്തതും ഞാനും സഡൻ ബ്രേക്ക് ചെയ്തു. അപ്പോഴത്തേക്കും വണ്ടി ടയർ സ്കിഡായിട്ട് ചതുപ്പിലേക്ക് ഇറങ്ങിയിട്ടും വണ്ടി അവിടെ പൂഴ്ന്നു പോവുകയും വണ്ടി തലപത്തനം മറിയുകയും ചെയ്തു. ഇത്രയും വലിയൊരു ആഴമാണെന്ന് കരുതിയിരുന്നു? ഇല്ല. വണ്ടി പിന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുക, ഏകദേശം താഴ്ന്നുകൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങിയത്. എൻ്റെ കൂടെ വേറൊരു പുള്ളിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ പുള്ളിയും കൂടെ പെട്ടെന്ന് കരയ്ക്ക് കയറ്റുകയാണ് ചെയ്തത്. ഏതായാലും അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇപ്പൊ മനുവിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ഈ കാറിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ തൃശ്ശൂരിൽ ഇറക്കുവാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയധികം ദൂരം കാർ ഓടിച്ച് വന്നതെന്നാണ് ഇദ്ദേഹം നമ്മോട് പറയുന്നത്. ഏതായാലും അപകടമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. കാറിന്റെ സാരമായിട്ടുള്ള പരിക്കുകൾ കാറിനുണ്ട്. കാർ ഏതായാലും ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. പോലീസിന്റെ സഹായത്തോടെ കാർ പുറത്തെടുത്തിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു.